എന്തൊക്കെയായിരുന്നു മിയർ എന്ന് വെച്ചാല് എനിക്ക്. ഇഷിന് പകരം മിയർ ആയിരിക്കും കേട്ടോ. ദൂന് പകരം ദിയർ ആയിട്ട് മാറും അത്. നിനക്ക് എന്ന മീനിങ് ആവും. ആർക്ക്? നിനക്ക്. ഇനി എറ മാറിയിട്ട് എന്താവും? ഈമാവും. മീനിങ് എന്താവും? അവന്. സി മാറിയിട്ട് എന്താവും? ഇയർ ആവും. എന്താ മീനിങ്? അവൾക്ക്. ഇനി എസ് മാറിയിട്ട് എന്താവും? ഈം. മീനിങ് എന്താവും? അതിന്. ഇനി ഉൻസ് മാറിയിട്ട് എന്ത് വരും? ഉൻസ് തന്നെ, മാറ്റമൊന്നുമില്ല കേട്ടോ. ആർക്ക്? നമ്മൾക്ക്. നമുക്ക്. ഇനി ഒയ്ഹിന് മാറ്റമൊന്നുമില്ല, ഒയ്ഹ് തന്നെയാണ്. നിങ്ങൾക്ക്. ജസ്റ്റ് ആർക്കെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു വിട്ടാൽ മതി. എനിക്ക്, നിനക്ക്, അവന്, അവർക്ക്, അവൾക്ക്, അങ്ങനെ. ലാസ്റ്റത്തെ രണ്ട് സി സി മാറി എന്താവെന്ന് പറഞ്ഞേ? ഈനനാവും. അത് സ്മോൾ ലെറ്റർ എസ് ഇല്ലേ, അതിന്റെ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ഐ എച്ച് എൻ ഇ എൻ ആയിരിക്കും. ക്യാപിറ്റൽ എസിന്റെ ആണെങ്കിൽ ക്യാപിറ്റൽ ഐ എച്ച് എൻ ഇ എൻ ആയിരിക്കും. ഓക്കെ. എന്താ? ഇനം. അവർക്ക് അല്ലെങ്കിൽ താങ്കൾക്ക്. കോൾ ചെയ്ത് കഴിഞ്ഞാ ഓക്കെ അല്ലേ? ഇനി ഓക്കെ അല്ലേ? ഇത് ഈ സംഭവം അക്കുസാറ്റിയിൽ പഠിച്ച പോലെ സെയിം തന്നെയാണ്. ആകെ മാറിപ്പോ പിന്നെ എന്താണ്, അവനും എസും സെയിം ആണ്. മാറിപ്പോകുന്നത് ഇയറും ഈനനും. അത് പഠിച്ചിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതും? ഐ ഗേവ് ഹിം എ പെൻ എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയ സെന്റൻസ്. ഇവിടെ ഐ ഏത് കേസാ? നോമിനാറ്റീവ്. അപ്പൊ ഐ എന്തായിട്ട് വരും? ഇഷ്. നോമിനാറ്റീവ് എഴുതി. ഗീവ് എന്തായിരുന്നു? വെർബ് എന്തായിരുന്നു? ടു ഗീവ് എന്തായിരുന്നു? ഗേബൻ. കോൺജുഗേറ്റ് ചെയ്യുമ്പോ, ഇഷില് കോൺജുഗേറ്റ് ചെയ്യുമ്പോ ഗേബൻ. ഇഷ് ഗേബൻ. ഇനി ഒരു സെന്റൻസിൽ ഡാറ്റീവ് എഴുതുമ്പോ സബ്ജക്റ്റ് ആദ്യം എഴുതണം. എഴുതി. വെർബ് രണ്ടാമത് എഴുതണം. മൂന്നാമതായിട്ട് എഴുതുന്നത് ഡാറ്റീവ് കേസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അക്യൂസാറ്റീവ് കേസ് എഴുതുക. ഓക്കെ, മനസ്സിലായോ? ഇത് ജസ്റ്റ് എഴുതി വെച്ചോ. ഒരു ഡാറ്റീവ് കേസ് എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ് കേസ് എഴുതിയതിനു ശേഷം വേണം അക്യൂസാറ്റീവ് എഴുതാൻ. ഇംഗ്ലീഷിൽ കറക്റ്റ് ഓർഡർ തന്നെയാണ്. ചില സെന്റൻസിൽ മാറി വരും. ആദ്യം ഈ പെൻ ഇവിടെ വരും, മാറിപ്പോവരുത്. ആദ്യം ഡാറ്റീവ് കേസ് എഴുതിയിട്ട് വേണം അക്യൂസാറ്റീവ് കേസ് എഴുതാൻ കേട്ടോ. സബ്ജക്റ്റ്, വെർബ്, ഡാറ്റീവ്, അക്യൂസാറ്റീവ്. ഞാൻ ഒരു പേന കൊടുത്തു. ആർക്ക് കൊടുത്തു? അവന്. അപ്പൊ അവന് എന്നുള്ളത് ഡാറ്റീവിൽ എങ്ങനെ പറയാം? ഈം. ഈം. ഇനി എ പെൻ എന്നുള്ളത് അക്യൂസാറ്റീവിൽ പറയണം. എങ്ങനെ പറയും? പെന്നിന്റെ ജർമ്മൻ എന്താ? ആർട്ടിക്കിൾ എന്താ? ദർകൂലി. 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 നമുക്ക് ദായാണോ വേണ്ടേ? അപ്പൊ എന്ത് വരും? എ ആവുമ്പോ എന്ത് വരും? ആലോചിച്ചോളൂ. ഐൻ. ഐനാണോ വരാ? ഇത് ഏത് കേസാ നോക്ക്. ഐനാണ്. ഐനൻ വരും. അക്യൂസാറ്റീവ് അല്ലേ? അപ്പൊ ഐനൻ വരും. ഐനൻ കൂലി. ഇനി തൊട്ട് അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സെന്റൻസ് വലുതായി. 3 കേസുകൾ വരുന്നുണ്ട്. ഇഷ് ഗേബെ, ഈം, ഐനൻ, കൂലി. ഇംഗ്ലീഷും ജർമ്മനും സ്പെല്ലിംഗ് മാറിപ്പോരുത് കേട്ടോ.
ആ ഹിമ്മും ഇത് മാറിപ്പോതില്ല. ഹിം വന്നാ ഈ മരിക്കും കേട്ടോ, മാറിപ്പോയില്ല. ഇത് എഴുതി വെച്ചോ, എഴുതില്ലേ? ഞാൻ അവർക്കൊരു കാറ് കൊടുത്തു. ആകെ ഡാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. I gave them a car. എഴുതിയോ? എങ്ങനെയാ വന്നേ? ഇഷ് ഗേബെ ഈനൻ ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ? സ്മോള്. ഈനൻ ഐൻ ഔട്ട് ടു ഐൻ നാട്ടോ പറയാ. ഇഷ് ഗേബെ ഈനൻ ഐൻ ഔട്ട് ടു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? എന്തൊക്കെ മനസ്സിലായെന്ന് പറ. പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ. ആ ഒരു സെന്റൻസില് നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ് മൂന്നും വരുന്നു മനസ്സിലായി. പിന്നെ അക്യൂസാറ്റീവ് വരും. ഓക്കെ, വേറെ എന്തെങ്കിലും മനസ്സിലായോ? അത്രേ ഉള്ളു, അത്രയും മനസ്സിലായാൽ മതി. പിന്നെ ഒന്നല്ല, ഗേബൻ എന്ന് പറഞ്ഞില്ലേ, ഗേബൻ വന്നാൽ ആ സെന്റൻസിൽ എന്തായാലും അക്യൂസാറ്റീവ് ഉണ്ടാവും. കാരണം ഗേബൻ ഒരു അക്യൂസാറ്റീവ് അല്ല, അക്യൂസാറ്റീവ് പോട്ടെ, ഡാറ്റീവ് വെർബാണ്. ഡാറ്റീവ് ഉണ്ടാവും സെന്റൻസിൽ, എങ്ങനെ പോയാലും ഡാറ്റീവ് ഉണ്ടാവും. ഗേബൻ ഒരു ഡാറ്റീവ് വെർബാണ്. അതായത് നമുക്കൊരു 11 വെർബ് ഉണ്ട്. ഈ വെർബുകളൊക്കെ ഈ ഒരു സെക്കൻഡ് പൊസിഷനിൽ വരാണെങ്കിൽ ആ സെന്റൻസിൽ എന്തായാലും ഡാറ്റീവ് ഉണ്ടാവും. ഓക്കെ, ആ വെർബുകൾ ഏതൊക്കെയാന്ന് പറയാം, എഴുതിയെടുത്തോ. പക്ഷെ മെയിൻലി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സെന്റൻസിൽ 3 ഉണ്ടാവും, നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് വെർബ്, ഡാറ്റീവ്, അക്യൂസാറ്റീവ് ആണ് അതിന്റെ ഫോർമാറ്റ്. ഡാറ്റീവ് വെർബ്സ് എന്ന് എഴുതിക്കോട്ടോ. വെർബ്സ് ഇത് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, PhD ഗ്യാസ് എന്നാണ് പറയാട്ടോ. ജസ്റ്റ് എഴുതി വെച്ചോ, വേർഡ്സ് എഴുതുമ്പോ മനസ്സിലാവും. ആദ്യത്തെ വെർബ് എന്ന് പറഞ്ഞാല് പാസൻ. പാസൻ ടു ഫിറ്റ്. പി സ്ക്വയർ പി സ്ക്വയർ HD G5 A S5. അടുത്ത വെർബാണ് പസീറൻ, ടു ഹാപ്പൻ. അതായത് ഇത് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് കോഡ് ഉണ്ടാക്കിയതന്നെ ഉള്ളൂ. 2 P ഉണ്ട്, അതാണ് പാസനും പസീറനും. H എന്ന് പറഞ്ഞാല് ഹെൽഫൻ. നമ്മൾ പഠിച്ച വെർബല്ലേ, ഹെൽഫിന്റെ മീനിങ് എന്തായിരുന്നു? ടു ഹെൽപ്പ്. അപ്പൊ ഹെൽഫൻ ഒരു ഡാറ്റീവ് വെർബ് ആണ് കേട്ടോ. ഡി എന്ന് പറഞ്ഞാല് ഡെൻഗൻ, ടു തിങ്ക്. പിന്നെ നമ്മളിപ്പോ പഠിച്ച ഗേബൻ, ടു ഗീവ് ഒരു ഡാറ്റീവ് വെർബ് ആണ്. അടുത്തത് ഗെഫാളൻ, ടു ലൈക്ക്, ഒരു ഡാറ്റീവ് വെർബ് ആണ് കേട്ടോ, ഗെഫാളൻ. അതിനുശേഷം പിന്നെ വരുന്നത്
ഗ്രാറ്റുലീറൻ, ടു കൺഗ്രാറ്റ്സ്. ഗ്രാറ്റുലീറൻ എന്നാട്ട് പറയാ, ഗ്രാറ്റുലീറൻ. അടുത്തത് ഗ്ലൗബൻ, ടു ബിലീവ്. ഗ്രാറ്റുലീറൻ, ഗ്ലൗബൻ, ഗെഫാളൻ, ഗേബൻ. പിന്നുള്ളത് ഗെഹ്യോറൻ, ടു ബിലോങ്. ഗെഹ്യോറൻ എന്നൊക്കെ എങ്ങനെ എഴുതാ? അഞ്ച് ജികൾ കേട്ടോ. ഗേബൻ, ഗെഫാളൻ, ഗ്രാറ്റുലീറൻ, ഗ്ലൗബൻ, ഗെഹ്യോറൻ. ഗെഹ്യോറൻ എഴുതരണോ? ഹ്യോറൻ, ഹ്യോറൻ നമ്മൾ പഠിച്ചല്ലോ, ടു ഹിയർ, അതിന്റെ കൂടെ ഗെഹ്യോറൻ. പസീറൻ, പസീറൻ, പസീറൻ. പാസൻ, പസീറൻ. ഹെൽഫൻ, ഡെങ്കൻ, ഗേബൻ, ഗെഫാളൻ, ഗ്രാറ്റുലീറൻ, ഗ്ലൗബൻ, ഗെഹ്യോറൻ. ഇതൊക്കെ വേർബുകളാണ് കേട്ടോ. ഇനി എ എന്ന് പറഞ്ഞാല് അൻവോട്ടൻ, ടു ആൻസർ. അൻവോട്ടൻ ഒരു ഡാറ്റീവ് വെർബാണ്. എസ് വെച്ചിട്ട് ഷിക്കൻ, ടു സെൻഡ്. ഷാഡൻ, ടു ഡാമേജ്. ഷെങ്കൻ, ടു ഗിഫ്റ്റ്. ഷിക്കൻ, ടു സെൻഡ്. ഷിക്കൻ. ഷാഡൻ, ഷെൻകൻ. ഷ്മെക്കൻ, ടു ടേസ്റ്റ്. എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞിരിക്കരുത് കേട്ടാ. ചിക്കൻ, ഷാഡൻ, ഷെങ്കൻ, ഷ്മെക്കൻ. ആ തീരുമാനായി. സ്റ്റേൻ, ടു സ്റ്റാൻഡ്. 5 എസ്സുകൾ കേട്ടോ. ചിക്കൻ, ഷാഡൻ, ഷെങ്കൻ, ഷ്മെക്കൻ, സ്റ്റേൻ. സ്റ്റേ, സ്റ്റേ, സ്റ്റേൻ. നമ്മള് ഈനെ എ എന്നല്ല വായിക്ക ജർമ്മനില്. ഇതിൽ കൂടുതൽ വെർബുകൾ ഇനിയും ഉണ്ട്. പക്ഷെ ഏറ്റവും ബേസ് ആയിട്ട് ഇത് അറിഞ്ഞിരിക്കാം. PhD ഗ്യാസ് എന്ന് പഠിച്ചു വയ്ക്കാം. 2 P, GMSഉം 5 വെച്ചിട്ട്. നാളേക്ക് വരും പഠിച്ചിട്ട് വരാൻ പറ്റുമോ? പിന്നെ ഇത് വായിച്ചേ, അങ്ങോട്ട് നോക്കാണ്ട് വായിക്കണേ. ആ ഇല്ല പറഞ്ഞോ, വായിച്ചോ. ഓക്കെ, ഇതെന്താ? ഗ്രാറ്റുലിറൻ, പിന്നെ ഗെഹ്യോറൻ, അൻവോട്ടൻ, അത്രേ ഉള്ളൂ കേട്ടോ.
ബിലീവ് എന്തായിരുന്നു എഴുതിയുള്ളൂ. ആ ഗ്ലൗബൻ. സോ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ കോൺജുഗേഷൻ പഠിച്ച പോലെ തന്നെ ഇഷ് ഗ്ലൗബെ, ഇഷില് ലാസ്റ്റ് വരും ഇയൻ മാറിയിട്ട്. ഇനി ഗ്ലൗബൻ എന്ത് വെർബാ? ഡാറ്റീവ് ആണ്. അപ്പൊ യു എന്നുള്ളത് ഏത് കേസിൽ എഴുതണം? ഡാറ്റീവില് എഴുതാട്ടോ. അല്ല, ഡാറ്റീവ് വെർബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്നതിന് നമ്മൾ ഡാറ്റീവിൽ എഴുതും. അക്യൂസാറ്റീവ് ഉണ്ടാവും, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ ചോദിക്കാം, അക്യൂസാറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു ഡാറ്റീവ് വെർബ് ആണ്. സോ നമ്മൾ തന്നെ ഡാറ്റീവിലാണ് എഴുതുക. ഇഷ് ഗ്ലൗബെ ഡിയർ എന്ന് വരും. ഡിഹ് എന്ന് ഒരിക്കലും എഴുതില്ല കേട്ടോ. ഈ വെർബുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള പേഴ്സണൽ പ്രൊനോമൻ ഡാറ്റീവിൽ എഴുതും. എന്നാണെങ്കിൽ എഴുതി വെച്ചോ. ആ, അതായത് ഗ്ലൗബ് ഒരു ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് ഡിയർ എഴുതണം. നമ്മൾ നോക്കുമ്പോൾ നിന്നെ ഡിഷ് ആണ്, നിന്നെ അപ്പൊ ഡിഷ് അല്ലേ വരാന്ന് വിചാരിക്കും. പക്ഷെ ഗ്ലൗബിന് ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് അത് കഴിഞ്ഞുള്ള പ്രൊനോമനെ നമ്മൾ ഡിയർ എന്ന് എഴുതും. അങ്ങനെ ഡാറ്റീവിൽ എഴുതും. ആ ഉണ്ട്, വരും. നേരത്തെ എഴുതിയില്ലേ നമ്മള്? ഐ ഗേവ് ഹിം എ പെൻ. ഐ ഗേവ് ഹിം എ പെൻ. ഇവിടെ ഗേബൻ എന്ത് വെർബാ? വരും. അല്ലാണ്ട് ആണെങ്കിൽ ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ. അതായത് അവിടെ ആര് കൊടുത്തത് ആർക്കാണ്, ആ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലേ, ആളെ ഡാറ്റീവിൽ എഴുതണം. പെന്ന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ലേ, അത് അക്യൂസാറ്റീവ്. ഇല്ല ഇല്ല. അത് ഡാറ്റീവ് ഭയങ്കര കൺഫ്യൂസിംഗ് ആ. മനസ്സിലാക്കിയാൽ മതി, ആ വെർബ് വന്നത് കൊണ്ടാണ് അവിടെ ഡിയർ വന്നത്. ഐ ബിലീവ് യു. അത് പ്രൊനോമൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ഡാറ്റീവിൽ എഴുതണം. ഇവിടെയോ ചൂ നോക്കണ്ട കേട്ടോ. ആൻസർ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഷീയും ഉണ്ട്, മീയും ഉണ്ട്. ആൻസർ എന്ത് വെർബാ? ഡാറ്റീവ. അപ്പൊ മീ എന്നുള്ളത് ഏത് കേസ് എഴുതണം? ഡാറ്റീവിൽ എഴുതണം. ഷീ നോമിനേറ്റീവ് കേട്ടോ. കോൺജുഗേറ്റ് ചെയ്യുമ്പോ നോക്കി കോൺജുഗേറ്റ് ചെയ്യണം കേട്ടോ. അൺവോട്ടഡ് ആണ് വെർബ്. ആ ടി ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. സോ സ്പെഷ്യൽ കേസ് ആണ്. ആ SESൽ കോൺജുഗേറ്റ് ചെയ്യണം. ടി വന്നിട്ടുണ്ട്. ടി ഓർ ഡി വന്നാൽ ഒരു സ്പെഷ്യൽ കേസ് അല്ലേ, ഒരു ഇ വരും, ഒരു ഇ എക്സ്ട്രാ വരും. അങ്ങനെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഗെഫാളൻ. ഇത് എഴുതിയോ? ഷി ആൻസർ മീ. മിയർ നിർന്ന് വയ്ക്കരുത് കേട്ടോ. സി അൺവോട്ടഡ് മിയർ എന്ന് വരും. കാരണം ആൻസർ എന്ന് പറയുന്ന ഒരു ഡാറ്റീവ് വെർബ് ആണ്. സോ ഡാറ്റീവ് വെർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന പേഴ്സണൽ പ്രൊനോമനെ ഡാറ്റീവിൽ എഴുതണം. മിയർ, മിയർ, ഡിയർ,
ihm, ihr, ihm, uns, euch, ihnen. ലൈക്ക് ഗെഫാളൻ ആണ് കേട്ടോ. ഗെഫാളൻ. സോ വീല് കോൺജുഗേറ്റ് ചെയ്യാം. ഇറ്റ് എന്നുള്ള മീനിങ് ഏതാന്ന് വെച്ചാൽ എഴുതാം. ഇങ്ങോട്ട് വരാം. ഓക്കെ അല്ലേ നിയർ ഡിയർ? ഇനി അടുത്തത് ഡാറ്റീവ്. നമ്മൾ ബോക്സ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ദേൻ, ദീദസ്, ദീദർ, ദീദസ്തി. അതിന്റെ ഡാറ്റീവിന്റെ ബോക്സ് ആണ് കേട്ടോ. ഡെസ്റ്റിംറ്റർ, unbestimmter, Negations. Masculine, feminine, neutral, plural. Masculine, feminine, neutral, plural. മസ്കുലിനില് ദർ എന്നൊക്കെ പഠിച്ച സംഭവം ദേം എന്നായിട്ട് മാറും. അക്കുസാറ്റീവില് ദറായിരുന്നു, അല്ല നോമിനാറ്റീവില് ദറായിരുന്നു, അക്കുസാറ്റീവില് ദേനായിരുന്നു, ഡാറ്റീവിൽ അത് ദേം ആയിട്ട് മാറും. അതായത് എൻ എന്നുള്ളത് എം ആയിട്ട് മാറും. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഉൺബെസ്റ്റിംറ്ററിൽ എന്തായിട്ട് മാറും? നമ്മുടെ നോമിനാറ്റീവിൽ അയിനായിരുന്നു, അക്കുസാറ്റീവില് അയിനായിരുന്നു. അപ്പൊ ഡാറ്റീവിൽ എന്തായിട്ട് മാറും? ഇത് അയിനം. അയിനം ജസ്റ്റ് എം വരും, അത്രേ ഉള്ളൂ. ഇനി മറ്റേ കൈനിന്റെ ടോപ്പിക്കോ? നോമിനാറ്റീവില് കൈനായിരുന്നു, അക്കുസാറ്റീവില് കൈനനായിരുന്നു, ഡാറ്റീവിൽ എന്താവും ഇപ്പോ? കൈനം. മസ്കുലിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇത്. കൈനം. ഇനി ഫെമിനിനിൽ എന്തായിരുന്നു പഠിച്ചത്? നോമിനാറ്റീവ്, അക്കുസാറ്റീവ്? ഫെമിനിനില് നേയോ? അത് പോസസീവ്. ഡൈനി അല്ല, ദീദി. ദർദി ദസ്തി അല്ലേ? അക്കുസാറ്റീവിൽ എന്തായിരുന്നു? ദി ആയിരുന്നു. ഡാറ്റീവില് അത് ദറായിട്ട് മാറും. ഓക്കെ. അതായത് ഇവിടെ ഐനറായിട്ട് മാറും. ഇവിടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഡാറ്റയിൽ എല്ലാം മാറ്റമുണ്ട്.
ഇവിടെ ദർ എന്ന് പറഞ്ഞ ഫെമിനിൻ ക്യാരക്ടർ ആണ് കേട്ടോ ഡാറ്റീവില്. മസ്കുലിനും ന്യൂട്രലും സെയിം തന്നെയാണ്. ദേം, ഐനം, കൈനം. പ്ലൂറാലില് വരുമ്പോ അത് ദേൻ പ്ലസ് എൻ എന്നൊരു ഫോമായിട്ട് മാറും. പറഞ്ഞുതരാം. കൈനൻ പ്ലസ് എൻ എന്ന ഫോമായിട്ട് മാറും കേട്ടോ. അതായത് ഒരു പ്ലൂറാൽ ആയിട്ടുള്ള ഒരു നോമൻ ആണ്. ഇപ്പൊ എൽട്ടൺ, പാരന്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലൂറാൽ അല്ലേ, ദി എൽട്ടർ എന്നല്ലേ നമ്മൾ പറയാ. പക്ഷെ ഇപ്പൊ നമ്മൾ ഇതിന് ഡാറ്റീവിൽ എഴുതാന്ന് വെച്ചോ, ദി എന്തായിട്ട് മാറും? ഡാറ്റീവില് പ്ലൂറാൽ ആണ് എൽട്ടർ. സോ ഡാറ്റീവില് നമ്മൾ എൽട്ടറിനെ എഴുതാണെങ്കിൽ എങ്ങനെ വരും? ദി എന്തായി മാറും? ദേനായിട്ട് മാറും. ദേൻ. പക്ഷെ ഡാറ്റീവിന്റെ പ്ലൂറാലില് നമുക്ക് ഫോർമാറ്റ് എങ്ങനെയാ? ദേൻ പ്ലസ് എൻ എന്നാണ്. അതായത് ദേൻ എഴുതി കൊടുത്തു, ഈ നോമൻ ഇല്ലേ, ഈ നോമന്റെ കൂടെ എന്നും കൂടെ ആഡ് ചെയ്യാം. അതായത് എൽട്ടേൺ എന്ന് വരും. ഞാൻ എപ്പോഴും എൽട്ടേൺ എന്ന് പറയാറില്ലേ, അതേ സംഭവം കാരണം. അത് ഇത് പഠിച്ചു വെച്ച് എൽട്ടേൺ ആയി. അങ്ങനെ വേറെ എക്സാമ്പിൾ തരാം. കുട്ടികൾ, ചിൽഡ്രൻസ് എങ്ങനെയാ പറയാ? ചിൽഡ്രൻസ് കിൻഡർ. ആർട്ടിക്കിൾ എന്തായിരുന്നു? ദി കിൻഡർ അല്ലേ? ഇതിനെ ഡാറ്റീവിലോട്ട് മാറ്റുമ്പോ എങ്ങനെ വരും? ദേൻ ലാസ്റ്റ് ഒരു എന്നിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. കിൻഡേൺ. മനസ്സിലായോ? അതായത് നമ്മുടെ ആർട്ടിക്കിള് മാറ്റി ലാസ്റ്റ് ഒരു എണ്ണ ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അതാണ് ദേൻ പ്ലസ് എൻ എന്ന് പറഞ്ഞാല്. ഇനി ബുക്സിന് എന്താ പറയാ? അത് ബുക്ക്, ഒരു ബുക്ക്. ബുക്സിന് നമ്മള് ദി ബ്യൂഷർ എന്നാ പറയാ കേട്ടോ. തന്നിട്ടുണ്ട് കേട്ടത്. ദി ബ്യൂഷർ എന്നാണ് പറയാ. ദി ബ്യൂഷർ. സോ ഇതെങ്ങനെ വരും? ദേൻ എന്താണ് വേർഡ് അത് എഴുതി കൊടുക്കുക, ലാസ്റ്റ് ഒരു എന്നിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അതാണ് ഐഡിയ കേട്ടോ. ഐനത്തിന്റെ അടുത്ത് നമുക്ക് പ്ലൂറാൽ ഉണ്ടാവില്ല, കൈനത്തില് പിന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. കൈനൻ പ്ലസ് എൻ എന്നാണ് പറയാം. പ്ലൂറാലുണ്ട്. എൻ്റെ ഒരു ബുക്സും ഇല്ല, എനിക്ക് പാരന്റ്സ് ഇല്ല അറിയില്ല, നമുക്ക് കുട്ടികളില്ല, അങ്ങനെയൊക്കെ പറയുമ്പോ. എഴുതിയോ? ഏത്? ആ മനസ്സിലായെങ്കിൽ എഴുതണ്ട. ജസ്റ്റ് എഴുതി വെച്ചേക്ക്, എങ്ങനെ കിട്ടിയില്ലെങ്കിൽ. പ്ലൂറാൽ ആയിരിക്കണം കേട്ടോ. നോമിനാറ്റീവിലെ പ്ലൂറാലിനെയാണ് നമ്മൾ ഡാറ്റീവില് ദേനാക്കുന്നത്. ഈ ബോക്സ് പഠിക്കണം കേട്ടോ. അപ്പൊ നോമിനാറ്റീവിന്റെ എന്തായിരുന്നു ബെസ്റ്റ് ഇൻട്രോ ആർട്ടിക്കിള്? നോമിനാറ്റീവിന്റെ ബെസ്റ്റ് ഇൻട്രോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദർ, ദി, ദസ്, ദി ആയിരുന്നു. അക്യൂസാറ്റീവിന്റെയോ? അക്യൂസാറ്റീവിന്റെ എന്തായിരുന്നു? ദേൻ, ദി, ദസ്, ദി. ദേൻ, ദി, ദസ്, ദി. ഇപ്പൊ ഡാറ്റീവിന്റെ പറഞ്ഞതോ? ദേൻ